എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഫസ്റ്റ് ടാപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്ക് ടാപ്പ് പേ സൊല്യൂഷനാണ്. അതായത് ഇതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു റൂപേ പവേർഡ് സൊല്യൂഷനാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് പേയ്മെൻറ്റ് റെവല്യൂഷൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് NPCI എന്ന് പറയുന്നത്, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവരുടെ ഏറ്റവും പെക്യുലിയർ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് റൂപേയും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളത്. ഇതിൽ റൂപേ എന്ന് പറയുന്നത് വളരെ ഒരു റെവല്യൂഷനായിട്ട് ഇന്ത്യയിൽ മറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ എന്നിവയുടെയൊക്കെ ഒരു പ്രബലമായിട്ടുള്ളൊരു മാർക്കറ്റ് കൺട്രോൾ കുറയ്ക്കുക എന്നുള്ളൊരു നിലയിൽ കാർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് റൂപേ എന്ന് പറയുന്നത്. അതായത് കാർഡ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യുന്ന പല കമ്പനീസിനും ഒരു വെല്ലുവിളിയായിട്ട് ഇന്ത്യയുടെ സ്വന്തം തനതായ ഒരു ഇന്നോവേഷനായിട്ട് കൊണ്ടുവന്നതാണ് റൂപേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാർഡിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന കമ്പനീസാണ് വിസ, മാസ്റ്റർ കാർഡ്. അതിലേക്ക് തന്നെ ഇന്ത്യയുടെ ഒരു കടന്നുകയറ്റമാണ് റൂപേ എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. റൂപേയുടെ ഏറ്റവും പുതിയ ഒരു ഇന്നോവേഷനാണ് റൂപേ ഇൻ എനി ഡിവൈസ് അല്ലെങ്കിൽ എനി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ബാങ്കുകളുടെ പല പ്രോഡക്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ റൂപേ ഏത് രീതിയിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ്സ് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് ടാപ്പ് സ്റ്റിക്കർ പോലെ, അതൊരു സ്റ്റിക്കറാണ്, അതൊരു കാർഡ് പോലെ ഇരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവും എങ്ങനെ ഇരിക്കും ഈ ഒരു സ്റ്റിക്കർ. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, നമ്മുടെ പേയ്മെൻറ്റ് മെഷീൻസിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അത്രയേറെ എളുപ്പമായിട്ടുള്ള, സാധാരണ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ വരുന്ന ഒരു ആശയത്തിൽ നിന്ന് വിപരീതമായിട്ട് അതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഇന്നോവേഷനാണ്. ഏതൊരു സംഭവത്തിനെ നമുക്ക് പേയ്മെൻറ്റ് ഉപകരണമാക്കി മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു റൂപേ ഇന്നോവേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അഥവാ NFC എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കീ ചെയിനുകളാവട്ടെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കീ ഫോബുകളാവട്ടെ, റിങ്സ് ആവട്ടെ, അതെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ഉപകരണങ്ങളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ യെസ് ബാങ്കിൻ്റെ ഒരു കീ ചെയിൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ടാപ്പ് സ്റ്റിക്കറാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതും റൂപേയുടെ ഒരു ഇന്നോവേഷനാണ്. കൂടാതെ ഇന്ത്യൻ ബാങ്ക് ആയാലും BOB ഒക്കെ ആയാലും പലതരത്തിലുള്ള കീ ചെയിൻസ് ആണ് ജസ്റ്റ് ഈ ഒരു കാർഡ് മോഡലിൽ, അതും NFC മോഡലിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്ത് സാധനം ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം, ഈവൻ ഒരു റിങ്ങിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം എന്നുള്ളൊരു ഇന്നവേറ്റീവ് ആയിട്ടുള്ളൊരു തോട്ടാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വെറൈറ്റി ഓഫ് ഡിവൈസുകളുടെ സെറ്റുകളിൽ നിന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാവുന്നത് IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ടാപ്പ് സ്റ്റിക്കറിനെ കുറിച്ചാണ്. ഇത് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏതൊരു രീതിയിലും കോൺടാക്ട് ട്രാൻസാക്ഷൻസ് കോൺടാക്ട്ലെസ് ആയിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതായത് പിന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ നിങ്ങളൊരു POS മെഷീനിൽ ടാപ്പ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഡെബിറ്റ് കാർഡാണ് ഫസ്റ്റ് ടാപ്പ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റിക്കർ. ഇനി അവർ അതിന് പുറമേ നൽകുന്നൊരു ഓഫറാണ്, ഈ ഒരു സ്റ്റിക്കർ നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറും നൽകുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള സഹായമാണ് അവർ നമുക്ക് ആ ഒരു രീതിയിലും തരുന്നത്. ഫസ്റ്റ് ടാപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊരു സ്റ്റിക്കറാണ്, അതൊരു കോൺടാക്ട്ലെസ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡാണ്. സ്റ്റിക്കർ ഫോം ഫാക്ടറിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള ഫോം ഫാക്ടറിലുള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിന് നമുക്ക് ഇന്ത്യയിലെ റൂപേക്ക് വളരെയധികം നന്ദി പറയാം. കാരണം റൂപേയുടെ ഒരു ഇന്നോവേഷനാണിത്. മറ്റ് വിസ, മാസ്റ്റർ കാർഡ് എന്നിവ എല്ലാവരും ഇത് കണ്ടുപഠിച്ച് ഇതിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ത്യക്കാരെപ്പോഴും ഇന്നോവേഷനിൽ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി കവറും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഡെത്ത് കവറും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇത് എല്ലാ തരത്തിലുള്ള മർച്ചൻസിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫേവറേറ്റ് ബ്രാൻഡ്സിൽ ബ്രാൻഡ് സ്പെസിഫിക് ഓഫേഴ്സ് അവൈലബിൾ ആണ്.
കൂടാതെ ഇത് ഉപയോഗിക്കുന്നവർക്ക് സ്പെഷ്യൽ കോൺസിയേജ് സർവീസ് കൂടെ അവൈലബിൾ ആണ്. കോൺസിയേജ് സർവീസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻസി, ഇൻഷുറൻസ് കൺസൾട്ടൻസി എന്നിങ്ങനെയുള്ള സർവീസുകൾ കൂടി അവർ നൽകുന്നുണ്ട്. ഇതൊരു പ്രീമിയം ഓഫറിംഗ് ആണ്. ഇതും ഈ ഒരു ജസ്റ്റ് ഒരു സ്റ്റിക്കർ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ട്രാൻസാക്ഷൻസിന് നമുക്ക് ലിമിറ്റ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് സാധിക്കും. കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. നിങ്ങൾ പിന്നൊന്നും അടിക്കേണ്ട, സ്വൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് പേയ്മെൻറ്റ് ജസ്റ്റ് ആ ഒരു NFC ടെക്നോളജി വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങളുടെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ആപ്ലിക്കേഷൻ വഴി പോവുക. അതിനുശേഷം കാർഡ്സിൽ FIRSTAP സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ FIRSTAP കാർഡ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാനും കൂടാതെ കാർഡ് ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ലാത്തവർക്ക് ഓർഡർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഓർഡർ ചെയ്ത് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 100 രൂപ എങ്ങാണ്ടെയാണ് എനിക്കിതിന് ചിലവായത്. അതായത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് കാർഡ് തരുന്നില്ല, പക്ഷേ ഇതിനൊരു 100 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. ആ ചാർജ് ഈടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പിന്നീട് എല്ലാ പേയ്മെൻറ്റ് ടെർമിനൽസിലും യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് FIRSTAP കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കാർഡിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ കാർഡ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേപ്പർ ബോക്സ് പാക്കേജിങ്ങിൽ തന്നെയാണ് റൂപയുടെ ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. ഇത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഈ ഒരു FIRSTAP സ്റ്റിക്കർ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ വേണ്ടുന്ന ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് അപ്ലൈ ചെയ്ത് ഒരു 250 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കാനുള്ള ഒരു റെഫറൽ ഓഫർ ഇപ്പോൾ ലഭ്യമാണ്. അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു FIRSTAP കാർഡ് ലഭിക്കുന്നതിനുള്ള ഒരു എലിജിബിലിറ്റി കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ലഭിക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടാപ്പ് സ്റ്റിക്കറാണ് FIRSTAP സ്റ്റിക്കർ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റിക്കർ തന്നെയാണ്. ജസ്റ്റ് ഈ ബാക്കിലുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് പാനൽ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിച്ച് നമുക്കിത് ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതധികം ഒരു കട്ടിയൊന്നുമില്ലാത്ത ഒരു നോർമൽ സ്റ്റിക്കർ ടൈപ്പ് ഉള്ളൊരു സംഭവമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് NFC ഉപയോഗിച്ചാണ്. അപ്പോൾ NFC-യുടെ സഹായത്തോടെ നമുക്കിതുവഴി പേയ്മെൻറ്റ്സ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ FIRSTAP എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഇന്നോവേഷൻ്റെ ഈ ഒരു എക്സ്പ്ലെയിനർ ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 ആപ്പുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് റിവാർഡ്സ് കൂടി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ഫിനാൻഷ്യൽ ടൈം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.